ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 4ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സിലെ 2ാമത്തെ ചാപ്റ്റർ ബിയോണ്ട് 1000. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. ബിയോണ്ട് 1000ലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഫുൾ ചാപ്റ്റർ നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം അതിൻ്റെ റിലേഷൻ എന്ന് പറഞ്ഞിട്ട് ആദ്യം നിങ്ങൾക്കൊരു ബോക്സ് തന്നിട്ടുണ്ട്. നമ്പറുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, 9, 10, 100, 101. അപ്പോൾ 110 ആണെങ്കിൽ 110 തൊട്ട് മുന്നുള്ള നമ്പർ ആയിരിക്കും ഇവിടെ വരിക. അതുപോലെ 199 ആണെങ്കിൽ ഇവിടെ 200 വരും. ഇവിടെ 280 ആണെങ്കിൽ ഇവിടെ 279 വരും. നമുക്ക് നോക്കാം. കണ്ടല്ലോ, ഇവിടെ 109, ഇവിടെ 200, 279, 501 ആണിത്, 666, 910. ഇവിടെ വരുന്നത് 989 ആണ്. ചെറുതായിട്ട് ഒരു ക്ലിയർ കുറവുണ്ട്, ക്ഷമിക്കുക നിങ്ങളത്. 999 ആണെങ്കിൽ 1000 വരും. അടുത്തത് കളർ ടോട്ടോക്കാറാണ് നമ്മുടെ ചോദ്യം. നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ബോക്സ് മാത്രം, നമ്പേഴ്സ് ഉള്ള ബോക്സസ് മാത്രം നമ്മൾ കളർ ചെയ്താൽ മതി. കളർ ചെയ്യണ സമയത്ത് നമുക്ക് കാറിൻ്റെ പിക്ചർ ഇതുപോലെ കിട്ടും. കണ്ടല്ലോ, നമ്മൾ ആ നമ്പറുകൾ മാത്രം കളർ ചെയ്താൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തത് നമുക്കുള്ളത് നമ്പർ പ്ലേറ്റ് ആണ്. ദീസ് ആർ ദ ഫ്രണ്ട്സ് ഓഫ് ടോട്ടോ കാർ. ഫൈൻഡ് ദിയർ നമ്പേഴ്സ് ഫ്രം ദ ക്ലൂസ് ആൻഡ് റൈറ്റ് ഓൺ ദിയർ നമ്പർ പ്ലേറ്റ്സ്. ഇതെല്ലാം ടോട്ടോ കാറിൻ്റെ ഫ്രണ്ട്സ് ആണ്. അതിൻ്റെ നമ്പേഴ്സ് ക്ലൂവിൽ നിന്ന് കണ്ടെത്തുക. ആൻഡ് റൈറ്റ് ഓൺ ദിയർ നമ്പർ പ്ലേറ്റ്സ്, എന്നിട്ട് അതിൻ്റെ നമ്പർ പ്ലേറ്റ്സിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 800, 4 10s, 2 1s. അപ്പോൾ നമ്പർ എന്തായിരിക്കും? 842 അല്ലേ? നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വരുന്നത് എന്തായിരിക്കും? ഇവിടെ വരുന്നത് 842 തന്നെയാണ്. 842. ഇവിടെ വരുന്നത് എന്തായിരിക്കും? 1 less than 910 ആണ്. 910ൽ 1 കുറവ് പറഞ്ഞാൽ ഏതായിരിക്കും? 909 ആണ്. ഓക്കെ. ദ ലാർജസ്റ്റ് 3-digit നമ്പർ, ഏറ്റവും വലിയ 3 അക്ക സംഖ്യ 3-digit നമ്പർ ഏതാണ്? 999. 1 more than the largest 2-digit number. 1 more than the largest 2-digit number. ലാർജസ്റ്റ് 2-digit നമ്പർ ഏതാണ്? 99 ആണ്. അതിൽ 1 കൂടുതൽ പറഞ്ഞാൽ എന്താണ്? +1. അപ്പം ആൻസർ എന്ത് വരും? 100. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ 842 ആണ് വരിക, 842. രണ്ടാമത്തെ 909, മൂന്നാമത്തെ 999, നാലാമത്തെ 100. ഓക്കെ. അടുത്തത് 1000 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു കാർ തന്നിട്ടുണ്ട്. 1000 ഉള്ള ഒരു നമ്പർ പ്ലേറ്റ് ഉള്ളതാണ് തന്നിരിക്കുന്നത്. നമുക്കിത് ജോയിൻ ചെയ്യാൻ മാത്രമാണ് കേട്ടോ ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ഫൈൻഡ് ദ പെയർസ് ഓഫ് വെഹിക്കിൾസ് ഹൂസ് നമ്പേഴ്സ് ആഡ് അപ്പ് ടു ടോട്ടോസ് കാർ നമ്പർ. ഡ്രോ ലൈൻസ് ടു ജോയിൻ ദം. അപ്പോൾ നമുക്ക് 1000 കിട്ടണം. ഇവിടെ 500 ഉണ്ട്, ഇപ്പുറത്തും ഉണ്ട്. അപ്പം 505 ഉണ്ട്. ഇപ്പുറത്ത് ഏത് നമ്പർ ആഡ് ചെയ്താലാണ്, കൂട്ടിയാലാണ് നമുക്ക് 1000 കിട്ടാന്നാണ്. നമുക്ക് ജോയിൻ ചെയ്ത് നോക്കാം. കണ്ടല്ലോ, 505, 505ഉം 495ഉം. ഇത് നമുക്കൊന്ന് ആഡ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. 505 പ്ലസ് 495 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 1000 വരും. കണ്ടോ? ഇതുപോലെ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1000 വരുന്ന നമ്പേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ജോയിൻ ചെയ്യുക. 999 പ്ലസ് 1, 790 250 ആയിട്ട്, 750 250 ആയിട്ട്, 990 10ഉമായിട്ട്, 900 100ഉമായിട്ട് ജോയിൻ ചെയ്യുക. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ജസ്റ്റ് 1 മോർന്ന് തന്നിട്ട് നമുക്ക് അബാക്കസ് തന്നിട്ടുണ്ട്. നമ്പർ എഴുതണം, അതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ എന്ത് വരുന്ന എഴുതണം. നമുക്കിതിൻ്റെ ആൻസേഴ്സ് നോക്കാം അല്ലേ. വാട്ട് ഇസ് ദ നമ്പർ ഷോൺ ഇൻ ദ അബാക്കസ്? ഈ അബാക്കസിലെ നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ 1സിൻ്റെ പ്ലേസിൽ എത്ര എണ്ണം അടുക്കി വെച്ചിട്ടുണ്ട് നോക്കൂ. 9 എണ്ണം ഉണ്ട്. 10സിൻ്റെ പ്ലേസിൽ 9 എണ്ണം ഉണ്ട്. 100ൻ്റെ പ്ലേസിൽ 9 എണ്ണം ഉണ്ട്. 1000സിൻ്റെ പ്ലേസിൽ ഒന്നുമില്ല. അപ്പം നമ്മുടെ നമ്പർ 999. ഇഫ് വി ആഡ് 1 മോർ, ഇനി ഇതിൻ്റെ കൂടെ ഒന്നും കൂടി ആഡ് ചെയ്യൂ. അപ്പം എന്ത് വരും? 1000 വരും കേട്ടോ. ഡ്രോ ദിസ് നമ്പർ ഇൻ ദ അബാക്കസ്. അബാക്കസിൽ ഇത് വരയ്ക്കാൻ പറയുമ്പോൾ ഇതുപോലെ വരിക. അപ്പോൾ 1സിൻ്റെ പ്ലേസ് ഇതാണെന്ന് അറിയാം. 1s, 10s, 100, 1000. 1സിൻ്റെയും 10സിൻ്റെയും 100ൻ്റെയും പ്ലേസിൽ 0 ആണ്. അപ്പം നമ്മളിവിടെ ഒന്നും വരയ്ക്കണ്ട. 1000ൻ്റെ പ്ലേസിൽ 1 ഉണ്ട്. അപ്പോൾ ഇതുപോലെ 1 ഇങ്ങനെ വരയ്ക്കുക കേട്ടോ.
Okay, then who am I? One bead in the abacus larger than the largest 3-digit number. Who am I? Which is my position in the abacus? 1000 ആണ് ആൻസർ വരിക. അടുത്തത് പെട്രോൾ പമ്പ്. കാർസ് ഇൻ ദ റേസ് ഫിൽഡ് പെട്രോൾ ഫോർ 1000 rupees. അപ്പോൾ റേസിൽ പങ്കെടുക്കേണ്ട കാറുകളെല്ലാം പെട്രോൾ നിറയ്ക്കണം 1000 രൂപയ്ക്ക് കേട്ടോ. അപ്പോൾ നോക്കാം. ടോട്ടോ കാർ ഗേവ് 100 rupee നോട്ട്സ്. ഹൗ മെനി നോട്ട്സ്? അപ്പോൾ 100 നോട്ട് 1000 രൂപയ്ക്കാണ് നിറയ്ക്കേണ്ടത്. 100 രൂപയുടെ എത്ര നോട്ടുകൾ കൊടുത്താൽ 1000 ആവും? 100 രൂപയുടെ 10 നോട്ടാണ് കേട്ടോ. അപ്പോൾ 100ൻ്റെ 10 നോട്ട്സ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടിക്കോളും? 1000 കിട്ടും. ഇനി ടോമോ കാർ ഗേവ് എ ഷെഫ് ഓഫ് 10 rupee നോട്ട്. 10 രൂപയുടെ എത്ര നോട്ട് കൊടുത്താൽ 100 ആവും? 10 രൂപയാണെങ്കിൽ നമ്മൾ 100 നോട്ട് കൊടുക്കണം. ഓക്കെ. ബഗ്ഗി കാർ ഗേവ് 1 rupee കോയിൻസ്. 1 rupee കോയിൻ ആണെങ്കിൽ നമ്മൾ 1000 ആണെങ്കിൽ 1001 rupees കൊടുക്കണം. ഓക്കെ. നെക്സ്റ്റ് കാർ റേസ് തന്നിട്ടുണ്ട്. കാർ റേസ് ഈസ് ഗോയിങ് ഓൺ ഇൻ ദ കാർ റേസ് സർക്യൂട്ട്. കാർ റേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 1000 points ആർ ഗോട്ട് ഫോർ ഫിനിഷിംഗ് ഈച്ച് റൗണ്ട്. ഓരോ റൗണ്ടും ഫിനിഷ് ചെയ്യുമ്പോൾ 1000 point ആണ് ലഭിക്കുക. ദ നമ്പർ ഓഫ് റൗണ്ട്സ് കംപ്ലീറ്റഡ് ബൈ ഈച്ച് കാർ ഈസ് ഗിവൺ ബിലോ. ഓരോ കാറിൻ്റെയും നമ്പർ ഓഫ് റൗണ്ടുകൾ തന്നിട്ടുണ്ട്. പോയിന്റ് നമ്മൾ എഴുതണം കേട്ടോ. ഒരു റൗണ്ടിന് 1000 രൂപയാണെങ്കിൽ അടുത്തത് 5 റൗണ്ടിന് എത്ര രൂപയാ? 5000. 3 റൗണ്ടിന് 3000 പോയിന്റ്. രൂപയല്ല പോയിന്റ്. 6 റൗണ്ട്സിന് 6000. 7 റൗണ്ട്സിന് 7000. 4ന് 4000. 8ന് 8000. 9ന് 9000. 10ന് 10000. 2ന് 2000. Okay. According to the points got by the cars, write their names in order. Write them in different ways. അപ്പോൾ ഓർഡറിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് വേസിലും എഴുതാം. അടുത്തത് ലെറ്റ്സ് ക്ലൈംബ് അപ്പ് ആണ്. റൈറ്റ് ദ നമ്പർ ഓൺ ഈച്ച് സ്റ്റെപ്പ്. അപ്പം നമുക്ക് ലെറ്റ്സ് ക്ലൈംബ് അപ്പിൽ 1000ന് നമ്മൾ ഒരു 1000, 2000 ആണെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 2000, 3000 ആണെങ്കിലോ 3000. അപ്പം 4 ബോക്സ് ഉണ്ട് ഇവിടെ. അപ്പം എന്ത് വരും? 4000 എഴുതണം. ഇവിടെ 4000 വരും. ഓക്കെ. ഇവിടെയോ 5000 വരും. ആൻസർ നോക്കാം. കണ്ടല്ലോ. ഇതുപോലെ നിങ്ങൾ എല്ലാ ബോക്സിലും 1000 എഴുതുക. എത്ര 1000 ഉണ്ടെന്ന് നോക്കുക, അത്രയും എഴുതുക. ഇത് 10,000 ആണേ, അത്രയും എഴുതുക കേട്ടോ. അടുത്തത് ഇത് ഓരോരുത്തരുടെ കാറിൻ്റെ പേരൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഡ്രോ ദ പോയിന്റ് സ്കൈ ബി കാർ ഗോട്ട് ഇൻ ദ അബാക്കസ്. അപ്പോൾ സ്കൈ ബി കാറിൻ്റെ പോയിന്റ് ആണ് നമ്മൾ എഴുതുന്നത്. ഇതാണ് സ്കൈ ബി കാർ. സ്കൈ ബി കാറിൻ്റെ പോയിന്റ് 5000 ആണ്. 5000 എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുക, 1, 10, 100 ഇതിൻ്റെ 3ൻ്റെ പ്ലേസിലും 0 ആണ്. അപ്പം നമ്മൾ ആ 0 വരുമ്പോൾ അബാക്കസിൽ നമ്മൾ ഒന്നും വരയ്ക്കണ്ട. 1000ൻ്റെ പ്ലേസിൽ 5 എണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു 5 റൗണ്ട് വരച്ചു കൊടുക്കുക കേട്ടോ. അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ ഈ കാട്ടിയിരിക്കുന്ന 5 റൗണ്ട്സ്. ഇനി നമുക്ക് സ്പീഡി കാറിൻ്റെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സ്പീഡി കാറിന് 9000 പോയിന്റ്സ് ആണ്. ഇവിടെ 1, 10, 100ൻ്റെ പ്ലേസിൽ 0 ആണ്. 1000ൻ്റെ പ്ലേസിൽ 9. അപ്പോൾ ഇവിടെ ഒരു 9 വരച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ. 10,000 makes 10,000. 10 of thousands make 10,000. What about 20 of thousands എന്ന് ചോദിച്ചിട്ടുണ്ട്. 20 of 1000 20,000 ആണ് കേട്ടോ. 20 of 1000 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 20,000 എന്ന് വരും. റെഡി? ഇനി നമുക്കിവിടെ റൈറ്റ് ദ സംസ് കൊടുത്തിട്ടുണ്ട്. 10, 100, 1000, 10,000 ഇതെല്ലാം നമ്മൾ ഫില്ല് ചെയ്യണം. നമുക്ക് നോക്കാം. കണ്ടല്ലോ. ഇവിടെ 6 + 4. അപ്പം നമ്മൾ അതിനെ 100ലാകുമ്പോൾ 60 + 40 നമുക്ക് 100 കിട്ടുമല്ലോ. 60 + 40 ചെയ്താൽ ഇനി നമുക്ക് 1000 കിട്ടണം. 600 + 400 ചെയ്താൽ മതി, 1000 കിട്ടും. ഇനി 10,000 കിട്ടാനോ 6000 + 4000 ചെയ്യണം. ഓക്കെ. അതേപോലെ തന്നെ 7 + 3. അപ്പം നമുക്ക് 100 ആൻസർ കിട്ടണമെങ്കിൽ 70 + 30 ചെയ്യണം. 1000 ആൻസർ കിട്ടണമെങ്കിൽ 700 + 300 ചെയ്യണം. 10,000 ആണെങ്കിലോ 7000 + 3000 ചെയ്യണം. അതേപോലെ തന്നെ അടുത്തത് അവർ 100ൻ്റെ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് 80 + 20. അപ്പോൾ നമ്മൾ 10 കിട്ടാൻ 8 + 2 10 ആണ്. 1000 ആണെങ്കിൽ 800 + 2 ഇവിടെ 200 ഉള്ളൂ. 200 ചെയ്യുക. 10,000 ആണെങ്കിൽ 8,000 + 2,000 ചെയ്യാം. 10 കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ 9 + 1 10 ആണ്. 100 ആണെങ്കിൽ 90 + 10 ചെയ്യുക. 1000 കിട്ടാൻ 900 + 100 ചെയ്യുക. 10,000 കിട്ടാൻ 9,000 + 1000 ചെയ്യുക. ഞാൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ എഴുതിയതിൽ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് തോന്നിയില്ലെങ്കിൽ ഞാൻ ഈ പറയുന്നതിൽ അത് തിരുത്തിയിട്ടായിരിക്കും, ഞാൻ കറക്റ്റായിട്ടായിരിക്കും പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ലിസൺ ചെയ്യണേ. അടുത്തത് നമുക്ക് സ്പീഡോമീറ്റർ തന്നിട്ടുണ്ട്. സ്പീഡോമീറ്റർ ഒരു വാഹനം സഞ്ചരിക്കുന്നതിൻ്റെ സ്പീഡ് മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കുക. ഇനി അടുത്തത്
കംപ്ലീറ്റ് ദ ടേബിൾ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. വാട്ട് വുഡ് ബി ദ സ്പീഡോമീറ്റർ റീഡിങ് ആഫ്റ്റർ 11 laps? അപ്പോൾ ഇവിടെ ഒരു ലാപ്പ് ഓഫ് ദി റേസ് കടന്നു പോവുക 1 കിലോമീറ്റർ ആണ് ഒരു ലാപ്പ് ഓഫ് റേസ് എന്ന് പറഞ്ഞാൽ. ഇവിടെ 11 ലാപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം നിങ്ങൾ? 1000 + 11 ചെയ്യുക കേട്ടോ. 1000 + 11 ചെയ്യുന്ന സമയത്ത് 11 ലാപ്സ് അല്ലേ, അപ്പം നമുക്ക് എന്ത് കിട്ടും? 1011 കിട്ടും. ആഫ്റ്റർ 15 ലാപ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് വരും? 1000 + 15 1015 വരും. ആഫ്റ്റർ 25 ലാപ്സ് ആണെങ്കിലോ 1000 + 25 1025 കിട്ടും. 1 ലാപ്പ് 1 കിലോമീറ്റർ ആണ്. അപ്പോൾ 11 ലാപ്സ് എത്ര കിലോമീറ്റർ ആണെന്നാണ് ചോദിക്കുന്നത്. അതായത് ഓൾറെഡി ടോട്ടോ കാർ 1000 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെയും ഓരോരോ കിലോമീറ്റർ എക്സ്ട്രാ വരുമ്പോൾ എത്രയാണെന്ന് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. പിന്നെ ഒരു ലാപ്പിന് എത്ര വരുന്നു ഇവർ തന്നിട്ടുണ്ട്. 1 ലാപ്പിന് സ്പീഡോമീറ്റർ 1000 + 1 ചെയ്യുക, 2 ലാപ്പാണെങ്കിൽ 1000 + 2 ചെയ്യുക, 3 ലാപ്പ് 4 ലാപ്പ് അങ്ങനെ 7 ലാപ്പ് വരെ ഇവിടെ തന്നിട്ടുണ്ട്. ബാക്കി നമ്മൾ ഫില്ല് ചെയ്താൽ മതി. ഇനി റൈറ്റ്, ഡ്രോ ആൻഡ് റീഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ തന്നിട്ടുണ്ട്. 1001 ചിത്രത്തിലും 1001 തന്നിട്ടുണ്ട്, 1001 എഴുതിയിട്ടുണ്ട്. നമ്മളിനി അത് 1001 കൂടി ആഡ് ചെയ്യുമ്പോൾ 1001 ആണ്. 1001 പിന്നെ അബാക്കസിലും അത് കാണിക്കണം കേട്ടോ. ഇത്രയും നമ്മൾ ചെയ്യണം. ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഒന്ന് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ കണ്ടോ 1004 ആണ്. അപ്പം നമ്മൾ എഴുതുമ്പോൾ ആദ്യം എന്ത് ചെയ്യാം? 1000 കൊടുക്കുക, ആൻഡ് എഴുതുക, 4 എഴുതുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യണം 1000 1 0 0 0. ഓക്കെ, ഇനി അടിയിൽ എന്താ 4 അല്ലേ, അതിവിടെ എഴുതുക. എന്നിട്ട് ആഡ് ചെയ്യുക. അപ്പം എന്താ വരിക? 1004 വരും. എന്നിട്ട് നമ്മളിവിടെ വേർഡ്സിൽ 1004 എന്ന് എഴുതുക. ഇതിൽ എഴുതാൻ കുറച്ച് പാടാണ്. ഞാൻ എഴുതിയത് മൊത്തത്തിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. 1000 ആൻഡ് 4 എന്ന് എഴുതുക. നമ്പറിലും എഴുതുക ഇതുപോലെ 1004. എന്നിട്ട് അബാക്കസിൽ നമ്മൾ കാണിക്കുമ്പോൾ വൺസിൻ്റെ പ്ലേസിൽ 4 എണ്ണം വരുന്നുണ്ട് അല്ലേ. 1 2 3 4. 10ൻ്റെ അവിടെ ഒന്നുമില്ല, 0 ആണ്. 100ൻ്റെ അവിടെ 0 ആണ്. വൺസിൻ്റെ പ്ലേസിലോ അല്ല സോറി 1000ൻ്റെ പ്ലേസിൽ ഒരെണ്ണം കാണിക്കുക. അപ്പം ഇങ്ങനെയാണ് എല്ലാം ചെയ്യേണ്ടത്. അതെങ്ങനെ ചെയ്തതെന്ന് കാണിച്ചു തരാം. കണ്ടല്ലോ, ഇതുപോലെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് എല്ലാമേ എഴുതുക. എല്ലാം ഇതുപോലെ തന്നെ എഴുതുക. എല്ലാത്തിലും നമ്മൾ സെയിം മെത്തേഡ് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്പർ നോക്കിയിട്ട് വൺസിൻ്റെ പ്ലേസിൽ ഇവിടെ 6 വരുന്നുണ്ടെങ്കിൽ 6 എണ്ണം കൊടുക്കണം. അതുപോലെ 5 വരുന്നുണ്ടെങ്കിൽ 5, അതുപോലെ 9 വരുന്നുണ്ടെങ്കിൽ 9 zeros ഇട്ട് കൊടുക്കണം. കണ്ടല്ലോ, 7 ആണെങ്കിൽ 7. എത്ര എണ്ണമാണോ വരുന്നത് അത്രയും ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, കമ്പൈനിങ് വിത്ത് 1000 കമ്പൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നാണ്. 1000 + 100 ചെയ്യുമ്പോൾ എന്താ വരിക? 1100. 1000 + 10 ചെയ്യുമ്പോൾ എന്താ വരിക? 1010 വരും. അപ്പോൾ നമ്മൾ നമ്പേഴ്സിലും വേർഡ്സിലും എഴുതിയിട്ടുണ്ട് ഇവിടെ. 1000 + 100 1100, 1000 + 10 1010. ഇവിടെ ഇനി 2000 200 ആണ്. അപ്പോൾ ഇതെങ്ങനെ എഴുതും? ഈ ബോക്സിൽ നമ്മൾ 2000 എന്ന് എഴുതുന്നു. ഈ ബോക്സിൽ നമ്മൾ 200 എന്ന് എഴുതുന്നു. ഓക്കെ, അപ്പം നമുക്ക് എന്ത് വന്നു? 2200 എന്ന് ആൻസർ വരും. 2200 എന്ന് എഴുതുക. അതുപോലെ തന്നെ ഇവിടെ 3000 14 വരും കേട്ടോ. ഇവിടെ 2000 വരുവേ. ആൻഡ് എത്ര 100 ആണ്? 200 ആണ്. റെഡി? ആൻസർ നോക്കാം. കണ്ടല്ലോ, 2200 വരും, 3040 വരും. ഇതിൽ നിങ്ങൾ ഒരു ആൻഡ് ഇടയിൽ ചേർക്കുകയാണെങ്കിൽ ചേർത്താട്ടോ. 2200, 3040, 3005 അങ്ങനെ നമുക്ക് ആൻഡ് ചേർത്തിട്ട് എഴുതാം. ഇവിടെ ഒരു ആൻഡ് ഉണ്ട് എല്ലാത്തിൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ. ഇവിടെയും ഒരു ആൻഡ് ഉണ്ട്.
കണ്ടല്ലോ, ആൻസർ കണ്ടല്ലോ. 2200, 3040, 3005. ഇവിടെ എന്താ വരിക? 1330, 5033, 8303. ഇവിടെ എന്താ വരിക? 6748 എഴുതിയിരിക്കുന്നത് കണ്ടല്ലോ അല്ലെ? നോട്ട് ചെയ്യാട്ടോ നിങ്ങൾ. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ഫ്രം 1000 to 1200? 1000 മുതൽ 1200 വരെ എത്ര നമ്പർ ഉണ്ട് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് അടിയിൽ കാണിച്ചിരിക്കുന്നത്. 1200 നിന്ന് 1000 മൈനസ് ചെയ്യുക, 1200 മൈനസ് 1000 ചെയ്യുക. അപ്പം നമുക്ക് 200 കിട്ടും, പ്ലസ് ഒരു 1 കൂടി ചെയ്യണേ. അപ്പം 201 നമ്മൾ കിട്ടും നമുക്ക്. നമ്മുടെ ആൻസർ എന്താണെന്നറിയോ? 201. 1200 1000 ഇതിൻ്റെ ഇടയ്ക്ക് എത്ര നമ്പേഴ്സ് ആണ് എന്ന് ചോദിച്ചാൽ 201 ആൻസർ കേട്ടോ. 1000ഉം 1200ഉം ഇൻക്ലൂഡഡ് ആണ്. ഇനി നമ്പേഴ്സ് ആൻഡ് വേർഡ്സ് നമുക്ക് എന്ത് ചെയ്യണം? വേർഡ്സിൽ നമ്പേഴ്സിനെ എഴുതണം. ആദ്യത്തെ 5250 ആണ്, നമുക്ക് നോക്കാം. കണ്ടല്ലോ, 5250. രണ്ടാമത്തെ വേർഡ്സിൽ അവർ തന്നു, നമ്പറിൽ 7707 നമ്മൾ എഴുതി. അടുത്തത് 9018, അത് വേർഡ്സിൽ നമ്മൾ എഴുതുക. 9009 നമ്പേഴ്സിൽ നമ്മൾ എഴുതാം. ഓക്കെ, ഇനി നമ്പർ കാർഡ്സ് ആണ്. സീ ദ നമ്പർ കാർഡ്, റൈറ്റ് ദ 4 digit numbers that can be made with them. ഈ 3, 5, 8, 1 എന്ന് പറഞ്ഞിട്ട് 4 നമ്പർ അവർ തന്നിട്ടുണ്ട്. ആ നമ്പർ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും നമ്പറുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതായത് 3, 5, 8, 1 വെച്ചിട്ട് നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും നമ്പേഴ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കണ്ടല്ലോ, നിങ്ങൾ നോട്ട് ചെയ്യുക ഏതൊക്കെയാണ് നമ്പേഴ്സ് എന്ന്. എല്ലാ നമ്പേഴ്സും നോട്ട് ചെയ്യുക. ഹൗ മെനി നമ്പേഴ്സ് സ്റ്റാർട്ട്സ് വിത്ത് 5? 5ൽ തുടങ്ങുന്ന എത്ര നമ്പറുകൾ? 6 നമ്പർ വരും. ഹൗ മെനി നമ്പേഴ്സ് ആർ 8 ഇൻ ദ 10th പ്ലേസ്? 10ന്റെ പ്ലേസിൽ 8 വരുന്ന എത്ര നമ്പർ? 6 നമ്പർ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇനി റൈറ്റ് ദീസ് നമ്പേഴ്സ് ഇൻ ഓർഡർ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്മോളസ്റ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഇതിൽ ചെറിയ നമ്പർ ടു വലിയ നമ്പർ നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ എഴുതുക കേട്ടോ. അസെൻഡിങ് ഓർഡറിൽ എഴുതുക, ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അടുത്തത് റീഡിങ് ദ നമ്പർ ആണ്. നമ്പർ നൗ സീൻ ആണ് തന്നിരിക്കുന്നത്. സ്പീഡി കാസ്റ്റ് നമ്പർ പ്ലേറ്റ് ഈസ് കവേർഡ് ഇൻ മഡ്. ഫുൾ മഡിൽ ചെളി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന നമ്പറുകൾ ഏതാണ്? നമ്പർ നൗ സീൻ തന്നിട്ടുണ്ട് 9. ഇവിടെ വെൻ ക്ലിയർ എ ബിറ്റ്, കുറച്ചുകൂടി ക്ലിയർ ആയപ്പോൾ 99, കുറച്ചുകൂടി ക്ലീൻ ചെയ്തപ്പോൾ 999, കുറച്ചുകൂടി ക്ലിയർ ചെയ്തപ്പോൾ 9999 കിട്ടിയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഹൗ പ്രിട്ടീൻ തന്നിട്ട് 9 + 1 10 അവർ തന്നു. 99 + 1 100 നമ്മൾ എഴുതണം. 999 + 1 1000, 9999 + 1 10,000. അടുത്തത് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് മഡ് റേസ് ആണ് തന്നിരിക്കുന്നത്. പ്ലേ മഡ് റേസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. യൂസ് എ ഡൈസ് വിത്ത് നമ്പേഴ്സ് 100, 300, 600. പക്ഷെ ഇത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. കാരണം ഒരു ഡൈ ഉപയോഗിച്ച് നമ്മൾ ഈ പാമ്പ് എണിയൊക്കെ കളിക്കില്ലേ, നിങ്ങൾ എണിയും പാമ്പൊക്കെ കളിക്കില്ലേ, അതുപോലെ ഒരു ഡൈ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കളിക്കേണ്ടതാണ്. ആ ഡൈയിൽ നമുക്ക് 100, 300 മുതൽ 600 വരെ നമ്പേഴ്സുള്ള ഡൈ ആയിരിക്കണം. എന്നിട്ട് മൂവ് ദി കാർഡ് ടു ദ നമ്പർ ത്രോൺ. എന്നിട്ട് നമുക്ക് ഡൈ ഇടുന്ന സമയത്ത്, ആ കട്ട ഇടുന്ന സമയത്ത് ഏത് നമ്പർ വരുന്നോ അത്രയും ആ നമ്പറുകളിലേക്ക് നമ്മളിത് നീക്കുക. പാമ്പ് എണിയും കളിക്കുന്നത് പോലെ തന്നെയാണ്. ഇഫ് യു ലാൻഡ് ഓൺ എ പിറ്റ്, നമ്മളൊരു കുഴിയിൽ പെട്ട് കഴിഞ്ഞാൽ, പിറ്റിൽ പെട്ട് കഴിഞ്ഞാൽ യു സ്ലൈഡ്, നമ്മൾ ബാക്കിലേക്ക് വരാം. ഫസ്റ്റ് ടു റീച്ച് 11,000 വിൻ. ആദ്യം 11,000 എത്തുന്ന ആൾ വിൻ ചെയ്യും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഏണിയും പാമ്പ് കളിക്കുന്നവരായിരിക്കും നിങ്ങളൊക്കെ, നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. നിങ്ങളിത് ഡൈ വെച്ച് ചെയ്ത് നോക്കുക കേട്ടോ. ഓരോരുത്തരും ചെയ്യുന്ന രീതി വ്യത്യാസമായിരിക്കും, അതുകൊണ്ടാണ് ചെയ്തു നോക്കാൻ പറയുന്നത്. നെക്സ്റ്റ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. ടോട്ടോ വൺ ദ റേസ്, ഗോട്ട് എ ട്രോഫി ആൻഡ് ക്യാഷ് പ്രൈസ്. ടോട്ടോ റേസിൽ വിജയിച്ചു, ഒരു ട്രോഫിയും ക്യാഷ് പ്രൈസും കിട്ടി. ദ മണി വാസ് ഗിവൺ എസ് എ ചെക്ക്. പക്ഷെ പൈസ ആയിട്ടല്ല, ചെക്കായിട്ടാണ് കൊടുത്തത്. റൈറ്റ് ദ എമൗണ്ട് ഇൻ ദ ചെക്ക് ഇൻ നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ അവർ റുപ്പീസ് വേർഡ്സിൽ തന്നിട്ടുണ്ട് 90,999. അപ്പോൾ അതിങ്ങനെ എഴുതാം, 90,999. ഇതാണോ? അല്ല, ഇതാണ് 90,999. ഇങ്ങനെയാണ് എഴുതേണ്ടത്.
Okay, then the distance traveled കൊടുത്തിട്ടുണ്ട് മിക്കി ഡിസ്റ്റൻസ് ഈച്ച് കാർ ട്രാവൽ ഓരോ കാറും ട്രാവൽ ചെയ്തതാണ് മിക്കി ബോണി സ്പീഡി ഫ്രെഡി ഫ്ലോറ ടോട്ടോ ഓരോന്നും ട്രാവൽ ചെയ്തതുണ്ട് നമ്പർ നെയിം ഓഫ് ദ കാർ അത് നമ്പേഴ്സിലും എഴുതണം വേർഡ്സിലും എഴുതണം കേട്ടോ നെക്സ്റ്റ് നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് എഴുതാന്ന് 90,999 നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഇതിലിപ്പോൾ കാറിൻ്റെ നമുക്ക് നോക്കണം അപ്പോൾ ടോട്ടോ കാറ് 8,564 ആണ് കിലോമീറ്റേഴ്സ് മിക്കി ആണെങ്കിലോ മിക്കി കാറ് 8,546 ബോണി കാറ് 7,982 ഫ്ലോറ കാറ് 6,735 സ്പീഡി കാറ് 6,375 ഫ്രെഡി കാർ ആണെങ്കിലോ 5,114 ഓക്കെ ബഗ്ഗി കാറിന്റെ നമ്പറാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ടേക്ക് 1 bead from the thousands place in the abacus and put the ones place what is the number അപ്പോൾ തൗസൻഡിന്റെ പ്ലേസിൽ നിന്ന് ഒരു ബീഡ് ഒരു മുത്ത് മാറ്റിയിട്ട് അതിനെ കൊണ്ടുപോയി വൺസിന്റെ പ്ലേസിൽ ഇടാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നോക്കൂ തൗസൻഡിൽ നിന്ന് ഒന്നും ഇങ്ങോട്ട് കളയുക എന്നിട്ട് വണ്ണിൽ കൊണ്ടുപോയി ഇടുക എന്തായിരിക്കും നമ്പർ തൗസൻഡിൽ 3 എത്ര ഉണ്ടാവും അപ്പോൾ 1 2 3 4 ഉണ്ടാവും വണ്ണിൽ ഒന്നല്ലേ അപ്പോൾ നമ്പർ എന്താവും നമ്പർ 4001 ആണ് വരിക കേട്ടോ Baggica's number is the difference of the first number in the abacus and the number in its now. What is the number? ആദ്യം ഉണ്ടായിരുന്ന നമ്പർ ഇപ്പോഴത്തെ നമ്പർ തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യം ഉണ്ടായിരുന്ന 5 ആണ് ഇതിലുണ്ടായിരുന്നത് 5,000ൽ നിന്ന് ഇപ്പോൾ കിട്ടിയ 4,001 മൈനസ് ചെയ്താൽ നമുക്ക് 999 എന്നുള്ള ഡിഫറെൻറ്റ് ആൻസർ കിട്ടും ഓക്കെ ആഡിങ് 1 more ആണ് അടുത്തത് വാട്ട് ഇസ് ദ നമ്പർ ഇൻ ദ അബാക്കസ് ഓക്കെ അപ്പോൾ നമ്മൾ ഒരെണ്ണം കൂടി കൂട്ടി കഴിഞ്ഞാൽ ആഡിങ് 1 more വന്നു കഴിഞ്ഞാൽ അബാക്കസിൽ എത്ര ആണ് ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന അബാക്കസ് നോക്കിയാൽ മതി നിങ്ങൾ 9 9 9 9 നാലെണ്ണത്തിൽ 9 ഉണ്ട് അപ്പോൾ 9,999 വാട്ട് ഇസ് ദ നമ്പർ ഗോട്ട് ബൈ ആഡിങ് 1 to it ഇനി ഈ 9,999ന്റെ കൂടെ ഒന്നും കൂടി ആഡ് ചെയ്താൽ 10,000 കിട്ടും നമുക്ക് ഓക്കെ ഇനി ടോമോ കാർ ഇൻ വർക്ക്ഷോപ്പ് ടോമോ കാർ വർക്ക്ഷോപ്പിലായി കേട്ടോ ടോമോ കാർ വാസ് ടേക്കൺ ടു എ വർക്ക്ഷോപ്പ് ഫോർ റിപ്പയേഴ്സ് ആഫ്റ്റർ ദി റേസ് കഴിഞ്ഞ് റിപ്പയറിന് കാർ വർക്ക്ഷോപ്പിൽ കയറ്റി 3,500 rupees വാസ് സ്പെൻഡ് ടു ചേഞ്ച് ദി ബാറ്ററി മാറ്റാൻ 3,500 പോയി ഓക്കെ 3,500 രൂപ എന്തിന് ചിലവായി ബാറ്ററി മാറ്റാൻ പിന്നെ 2,500 രൂപ എൻജിൻ വർക്കിന് അപ്പോൾ അതും എഴുതുക 2,500 പിന്നെയോ ഒരു 4,000 രൂപ പെയിൻറ്റിങ്ങിനായി അപ്പോൾ നമ്മൾ ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുക 3,500 പ്ലസ് 2,500 പ്ലസ് 4,000 ചെയ്യാം കണ്ടല്ലോ അപ്പം നമുക്ക് ആൻസർ 10,000 വരും ഇത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ അറിയുമെന്ന് വിചാരിക്കുന്നു 3,500 2,500 4,000 മൂന്നും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് ആൻസർ വരും 10,000 രൂപ കാറ് വർക്ക്ഷോപ്പിൽ കയറ്റിയപ്പോൾ ടോട്ടോ കാർ നേരെയാക്കാൻ ചിലവായി അടുത്തത് ടോട്ടോ കാർ ഈസ് ബീങ് റെഡി ഫോർ ആൻ ഓൾ ഇന്ത്യ ടൂർ ഇപ്പോൾ കാർ വർക്ക്ഷോപ്പിൽ നിന്നൊക്കെ റെഡിയാക്കി ഒരു ഓൾ ഇന്ത്യ ടൂർ പോകാൻ കാർ സെറ്റായി all 4 tires have to be changed 4 ടയർ മാറ്റാൻ പോവാണ് അപ്പോൾ ഒരു ടയർ മാറ്റാൻ 2,500 രൂപ വേണം അപ്പോൾ 4 ടയർ മാറ്റാൻ എത്ര പൈസ വേണം 4 ടയറാണ് അല്ലേ അപ്പോൾ 2,500 ഒരു ടയറിനാണെങ്കിൽ 4 ടയർ മാറ്റാനും ഇതുപോലെ 2,500 4 പ്രാവശ്യം എഴുതണ്ടേ നമ്മൾ 4 തവണ 2,500 വേണം അല്ലേ നമുക്ക് അപ്പോൾ എത്രയാവും ടോട്ടൽ 10,000 ആവും ആൻസർ നോക്കാം കണ്ടോ 2,500 പ്ലസ് 2,500 പ്ലസ് 2,500 പ്ലസ് 2,500 ആൻസർ എന്ത് വരും 10,000 rupees വരും ഇനി ബോണി ഈസ് ആൻ ഇലക്ട്രിക് കാർ ഇതിൽ ബോണി കാർ ഇലക്ട്രിക് കാറാണ് ദ എമൗണ്ട് പെയ്ഡ് ഫോർ റീചാർജ് ഡ്യൂറിങ് ഇറ്റ്സ് ഓൾ ഇന്ത്യ ടൂർ ആർ ഗിവൺ ബിലോ കാൽക്കുലേറ്റ് ദ ടോട്ടൽ എമൗണ്ട് അപ്പോൾ ബോണി കാറിന് ടയർ അല്ല മാറ്റേണ്ടത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 3,500 രൂപ 2,000 രൂപ ഒരു 3,000 രൂപ ഇത്രയും 3 ചാർജിങ്ങിനായി അപ്പോൾ എത്ര രൂപ ആയി ഇലക്ട്രിക് കാറിൻ്റെ ചാർജിങ്ങിന് മാത്രമായിട്ട് ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുക 3,500 പ്ലസ് 2,000 പ്ലസ് 3,000 ചെയ്യുമ്പോൾ നമുക്ക് 8,500 കിട്ടും 8,500 ആണ് ബോണി കാറിൻ്റെ ചാർജിങ്ങിന് ചിലവായത് ഓക്കെ ഇനി നമുക്കിവിടെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട് പാറ്റേൺ നിങ്ങൾ ഫില്ല് ചെയ്യുകയാണ് വേണ്ടത് നമുക്ക് ഈസിയാണ് 500 1000 1,500 അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ 500 കൂട്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ 500 1000 1,500 അപ്പോൾ ഇവിടെ എന്താ വരിക 2,000 ഇവിടെ എന്താ വരിക 2,500 കണ്ടോ ഇങ്ങനെ പോവും അടുത്തത് 4,000 6,000 8,000 ആണ് ഇവിടെ 2,000 ആണ് ഇടയിൽ ഇൻക്രീസ് ആയിരിക്കുന്നത്
അപ്പോൾ 8000 കഴിഞ്ഞ് അവിടെ 10,000 വരും. ഞാൻ കംപ്ലീറ്റ് ആയിട്ടുള്ളത് കാണിച്ചു തരാം, ഇപ്പം ഇത് പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക്. അതുപോലെ തന്നെ അടുത്തത് കണ്ടോ, 7,628, 7,728 ഇവിടെ 100 ആണ് ഇൻക്രീസ് ആയിരിക്കുന്നത്. അടുത്തത് എത്ര ഇൻക്രീസ് ആയിരിക്കുന്നത്? 2,222 ആണ്. അപ്പോൾ ഇവിടെ എത്ര ആഡ് ആയിട്ടുണ്ടാവും? 1000 ആഡ് ആയിട്ടുണ്ടാവുമോ? അതോ 1000 അല്ല, 1,111 ആണ് ആഡ് ആയിരിക്കും. 1,111. ഇവിടെ അടുത്തത് മൈനസ് ആണ് കേട്ടോ. -100 മൈനസ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. നമുക്ക് നോക്കാം, പറഞ്ഞു തരാം. കണ്ടല്ലോ, ആദ്യത്തെ ഇങ്ങനെയാണ് വരിക. 500, 1,000, 1,500, അതുപോലെ 2,000, 2,500, 3,000, 3,500, 4,000, 4,500 വരും. അടുത്തതിലാണെങ്കിൽ 8,000 കഴിഞ്ഞ് 10,000, 12,000, 14,000, 16,000, 18,000, 20,000. അടുത്തതിൽ വരാം 7,928, 8,028, 8,128. എല്ലാം 100 കൂട്ടി എഴുതുക കേട്ടോ. അടുത്തതാണെങ്കിലോ 1,111 കൂട്ടി എഴുതണം. അതായത് 1,111 ആണ് എല്ലാത്തിലും ആഡ് ചെയ്ത് എഴുതേണ്ടത്. അടുത്തതിൽ മൈനസ് ആണ് വരേണ്ടത്. അത് എഴുതിയിട്ടില്ല ഇവിടെ. -100 ആണ് കേട്ടോ. നോക്കിയാൽ മനസ്സിലാവും. അതായത് ഈ 9,400 100 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 9,300 കിട്ടും. അതിൽ നിന്നൊരു 100 മൈനസ് ചെയ്താൽ നമുക്ക് 9,200 കിട്ടും. അതിൽ നിന്നൊരു 100 മൈനസ് ചെയ്താൽ 9,100. അങ്ങനെ മൈനസായി പോവുക. അടുത്തതും 1,111 തന്നെയാണ്. അതിങ്ങനെ ആഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും അടിയിലത്തെ കേട്ടോ. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടവരൊന്ന് നോട്ട് ചെയ്തോളൂ. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ തന്നെ വെക്കാം. ഇവിടെയൊക്കെ കോമ ഉണ്ട് കേട്ടോ ഇടയിലൊക്കെ. ഓക്കെ, ഇനി നിങ്ങളോട് പാറ്റേൺ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കിയ പാറ്റേൺ ആണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി ഉണ്ടാക്കാം കേട്ടോ. ഇതിൽ എത്രയാണ് ഇടയിൽ ആഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഈ സൈഡിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ 3,000, 3,000ൻ്റെ കൂടെ 3,000 ആഡ് ചെയ്യുമ്പോൾ 6,000, 9,000, 12,000, 15,000. അതുപോലെ 1,500 സ്റ്റാർട്ട് ചെയ്യണു. ഇടയിൽ 1,500 ആഡ് ചെയ്തിട്ടാണ് ഈ പാറ്റേൺ പോയിരിക്കുന്നത്. അടുത്ത് 1,000 ആഡ് ചെയ്തിട്ടുള്ള പാറ്റേൺ ആണിത്. അടുത്ത് 10,000 ആഡ് ചെയ്തിട്ടുള്ള പാറ്റേൺ ആണിത്. അപ്പോൾ നമ്മളുടെ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചാപ്റ്ററിന്റെ ബാക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോണത്. ഫോർ ദ റേസ് ദ ഓർഗനൈസിംഗ് കമ്മിറ്റി ഹാഡ് ഗിവൺ നമ്പേഴ്സ് ഫ്രം 5,000 to 5,050 ടു ദ കാർസ്. അപ്പോൾ ഒരു റേസ് നടക്കുകയാണ്. അപ്പോൾ കാറുകൾക്ക് നമ്പർ കൊടുത്തു. 5,000 മുതൽ 5,050 വരെയുള്ള നമ്പറുകളാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി കാർസ് വേർ ഇൻ ദ റേസ്? എത്ര കാറുകൾ റേസിൽ പങ്കെടുക്കും? ആൻസർ, നമ്പർ ഓഫ് കാർസ് പാർട്ടിസിപ്പേറ്റഡ് കണ്ടുപിടിക്കാൻ 5,050 ആദ്യം 5,000 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 50 കിട്ടും. 50 കിട്ടും. +1 ചെയ്യുക. അപ്പോൾ 51 കിട്ടും. ഇതാണ് ആൻസർ കേട്ടോ. 51 കാർസ്. Write 4-digit numbers using all the digits 5, 4, 0, 7. How many can you write? Draw the largest number in an abacus. Write this number in words. നമുക്ക് 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ എത്ര നമ്പേഴ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത്രയും ക്രിയേറ്റ് ചെയ്യുക. അതിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നമ്പർ എടുത്ത് എഴുതിയിട്ട് അതിൻ്റെ ഒരു അബാക്കസ് വരയ്ക്കുക. എന്നിട്ട് ആ നമ്പറിനെ വേർഡ്സിലും എഴുതുക കേട്ടോ. കണ്ടല്ലോ, ഇത്രയും നമ്പേഴ്സ് നമുക്ക് എഴുതാം. എന്താ 5,407, 5,470, 5,074, 5,047, 5,704, 5,407, 5,740. Then 4,507, 4,570, 4,057, 4,075, 4,750, 4,705. അടുത്തതാണെങ്കിലോ 7,540, 7,504, 7,450, 7,405, 7,045, 7,054. എല്ലാം നിങ്ങൾക്ക് ഒരേപോലെയൊക്കെ തോന്നും, പക്ഷെ ഒരേ നമ്പേഴ്സ് അല്ലാട്ടോ, വ്യത്യാസമുണ്ട്. നമുക്ക് 18 നമ്പറുകൾ കിട്ടും. ഓക്കെ, ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണെന്നറിയോ? ഇതാണ് കേട്ടോ. 7,540 ആണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് നമ്പർ. അതിൽ നമുക്ക് 1ൻ്റെ അവിടെ 0, 10ൻ്റെ അവിടെ 4, 100ൻ്റെ അവിടെ 5, 1000ൻ്റെ അവിടെ 7. കണ്ടോ, 1, 10, 100, 1000 കൊടുത്തു. നമുക്കിതിൻ്റെ ആൻസർ അബാക്കസ് എഴുതി നമ്മൾ. ഇനി വേർഡ്സിൽ 7,540. ഓക്കെ,
Next, write all numbers from 9999 to 10100 which have 0 in the ones place. അപ്പോൾ 9999 മുതൽ 10100 വരെയുള്ള നമ്പേഴ്സ് എഴുതണം. അതിൻ്റെ ഇടയ്ക്ക് വണ്ണിൻ്റെ പ്ലേസിൽ 0 വരണം, വൺസിൻ്റെ പ്ലേസിൽ 0 വരുന്ന നമ്പേഴ്സ് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ അത് മാത്രം എഴുതിയാൽ മതി. കണ്ടല്ലോ, 10,000 വൺസിൻ്റെ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, ഏറ്റവും അറ്റത്ത് വരുന്ന പ്ലേസ്. ഇവിടെ 0 വരുന്ന നമ്പേഴ്സ് എടുത്ത് എഴുതുക. കണ്ടോ, 3, 3, 6, 7, 8, 9, 10, 11 നമ്പേഴ്സ് ഉണ്ട് കേട്ടോ അതിൽ. ഇനി കംപ്ലീറ്റ് ദ പാറ്റേൺസ് തന്നിട്ടുണ്ട്. 10,150, 200, 250, അടുത്തത് 10,300 വരും കേട്ടോ. അടുത്തത് 10,350, അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. പാറ്റേൺ കാണിച്ചു തരാം. ആൻസർ കണ്ടല്ലോ, 300, 350, 10,400, 450, ഇത് 10,500 ആണ്. ഇവിടെ 0 ഉണ്ട്. 10,500. ഓക്കെ, അടുത്തത് 1,500, 2,600, 3,700, 4,800 ആണ്. എങ്ങനെ വന്നു ചോദിച്ചാൽ 1,100 ആണ് ആഡ് ആവണത് കേട്ടോ. പ്ലസ് 1100, ഇതിൻ്റെ ഇടയിലൊക്കെ 1,100 കൂട്ടി പോണേ. അടുത്തത് 750 ആണ് ആഡ് ആവുന്നത്. 14,500 പ്ലസ് 750 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 15,250 വരും. എഗൈൻ ഒരു പ്ലസ് 750 ചെയ്യുക അതിൻ്റെ ഇടയിൽ. ആൻസറിൻ്റെ കൂടെ 780 കൂട്ടി എഴുതുക കേട്ടോ. നെക്സ്റ്റ്, ഹു ആം ഐ? എ നമ്പർ ബിറ്റ്വീൻ 4,000 and 5,000. 4,000-നും 5,000-നും ഇടയ്ക്കുള്ള ആളാണ് ഞാൻ. ദ നമ്പർ ഇൻ ദ വൺസ് പ്ലേസ് ഈസ് ഡബിൾ ദ നമ്പർ ഇൻ ദ തൗസൻഡ്സ് പ്ലേസ്. അതായത് തൗസൻഡ്സിൻ്റെ പ്ലേസിലുള്ളതിനേക്കാളും ഡബിൾ ആയിരിക്കും വൺസിൻ്റെ പ്ലേസിൽ ഉണ്ടായിരിക്കുക. നമ്പർ ഇൻ ദ ടെൻസ് പ്ലേസ് ആണെങ്കിലോ ഹാഫ് ദ നമ്പറിൻ്റെ തൗസൻഡിൻ്റെ പ്ലേസിലുള്ള നമ്പറിൻ്റെ പകുതി ആയിരിക്കും ടെൻസിൻ്റെ പ്ലേസിൽ. പക്ഷേ സം ഓഫ് ദ ഡിജിറ്റ്സ് എല്ലാം കൂടി കൂട്ടിയ 19 കിട്ടും. ഇതാണ് കണ്ടീഷൻ. നമ്പർ നോക്കാം. നമ്പർ ഇൻ തൗസൻഡ്സ് പ്ലേസ് 4 ആയിരിക്കാം നല്ല ആണ്. കാരണം ഇതിൻ്റെ ഇടയ്ക്കുള്ള നമ്പർ അല്ലേ. 4,000-ൻ്റെ 5,000-ൻ്റെ ഇടയ്ക്കുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ അതിൽ ഉറപ്പായിട്ടും തൗസൻഡിൻ്റെ പ്ലേസിൽ 4 മാത്രമേ വരൂ. വൺസിൻ്റെ പ്ലേസിലുള്ള നമ്പർ ഡബിൾ ആയിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ 2 × 4 8 ആയിരിക്കും. ടെൻസിൻ്റെ പ്ലേസിലുള്ള നമ്പർ എന്തായിരിക്കും എന്ന് പറയുന്നത്? 1000-ൻ്റെ പകുതി, അപ്പോൾ 2 ആയിരിക്കും. 100-ൻ്റെ പ്ലേസിൽ 5. അത് അത്രയും കൊടുത്തിട്ട് നമ്മൾ നോക്കിയാൽ നമുക്ക് നമ്പർ എന്ത് കിട്ടും? 4528 കിട്ടും. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് 19 കിട്ടും കേട്ടോ. 4 + 5 + 2 + 8 ചെയ്യുക. സോ നമുക്ക് 19 കിട്ടും സം ഓഫ് ദ ഡിജിറ്റ്സ്. അപ്പോൾ നമ്മുടെ ആൻസർ ശരിയാ. അടുത്തത്, find the number starting from 9,999. If we subtract 1,000 again and again, what would be the 8th number? അപ്പോൾ നമ്മുടെ പാറ്റേൺ നമ്മൾ തുടങ്ങേണ്ടത് 9,999 നിന്നാണ്. അവിടെ നിന്ന് നമ്മൾ 1000 കുറച്ച് കൊണ്ടുപോയി 8ാമത്തെ നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഒരു പാറ്റേൺ ഉണ്ടാക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇതേപോലെ തന്നെ 1000 കുറയ്ക്കുന്നതിന് പകരം ഈ 9,999 100 കുറച്ച് കൊണ്ടുപോയി 5th നമ്പർ ഏതാണെന്ന് നോക്കണം. നമുക്ക് നോക്കാം. ആദ്യത്തെയാണ് ഞാൻ ആദ്യം എഴുതിയിരിക്കുന്നത് ഉണ്ടല്ലോ. ഇതിൽ നിന്ന് 1000 കുറയ്ക്കുമ്പോൾ ആദ്യ നമ്പർ 8,999. അതിൽ നിന്ന് എഗൈൻ 1000 കുറയ്ക്കുമ്പോൾ ഇതാ വരാം. വീണ്ടും 1000 കുറയ്ക്കുമ്പോൾ 6,999. അങ്ങനെ 1 2 3 4 5 6 7 8th നമ്പർ ഏതാ വരിക? 1,999. ഇതാണ് നമ്മുടെ 8th നമ്പർ. 1000 കുറച്ച് കൊണ്ടുപോകണം കേട്ടോ. അടുത്തത് 100 കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് 9,899. അത് ആ കിട്ടിയ ആൻസറിൽ നിന്ന് വീണ്ടും ഒരു 100 കുറയ്ക്കുക. അപ്പം 9,799. വീണ്ടും ആ കിട്ടിയ ആൻസറിൽ നിന്ന് 100 കുറയ്ക്കുക. അപ്പം 9,699 അങ്ങനെ വരും. അങ്ങനെ 5th നമ്പർ നമുക്ക് വരുന്നത് 9,499. കണ്ടല്ലോ. നെക്സ്റ്റ്, among the numbers between 1,000 and 1,100, how many numbers end in 0? 1000-നും 1100-നും ഇടയ്ക്ക് 0-ൽ 0-ൽ അവസാനിക്കുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്? ഇതൊക്കെയാണ് നമ്പേഴ്സ്. കണ്ടല്ലോ. 1,010, 1,020, 1,030, 1,040, 1,050, 1,060, 1,070, 1,080, 1,090. ടോട്ടൽ 9 നമ്പേഴ്സ് വരും.
ഇഫ് യു റൈറ്റ് നമ്പേഴ്സ് ഫ്രം 1 to 50, നമ്മൾ 1 മുതൽ 50 വരെയുള്ള നമ്പർ എഴുതുകയാണെങ്കിൽ ഹൗ മെനി ടൈംസ് വുഡ് വി റൈറ്റ് 2? എത്ര തവണ അതിൽ 2 വരും? എത്ര തവണ 2 റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇഫ് റൈറ്റ് അപ് ടു 100? അങ്ങനെയാണെങ്കിൽ 100 വരെ എഴുതുമ്പോൾ എത്ര 2കൾ വരും? ഇനി അതല്ല, ഇഫ് യു കൗണ്ട് 3s ഇൻസ്റ്റെഡ് ഓഫ് 2s, 2ന് പകരം നമ്മൾ 3 വരുന്ന നമ്പറുകൾ 1 മുതൽ 100 വരെ എഴുതിയിട്ട് അതിൽ 3 വരുന്ന നമ്പറുകൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ ഇതുപോലെ തന്നെ ആയിരിക്കുമോ വരിക? നമുക്ക് നോക്കാം. ഇതാ, അതായത് 1 to 50 വരെ 2 വരുന്ന നമ്പറുകളാണ് കേട്ടോ. 2, 12, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 32, 42. ഇതിലാണ് എന്ത് വരുന്നത്? 1 മുതൽ 50 വരെയുള്ളതിൽ 2 വരുന്ന നമ്പറുകൾ 15 എണ്ണം വന്നു. ഇനി നമ്മൾ 50 മുതൽ 100 വരെ എത്ര 2 നോക്കാം. 52, 62, 72, 82, 92. അതൊരു 5 എണ്ണം. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര വരും? 20 വരും. ഓക്കെ, ഇത് തന്നെയാണ് നമ്മൾ 3 എഴുതി നോക്കുമ്പോഴും നമുക്ക് വരിക കേട്ടോ. 3 എഴുതുമ്പോഴും വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. 3 എഴുതുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്പേഴ്സ് വരിക നോക്കണോ? 3 എഴുതുമ്പോൾ 3 വരും, 13 വരും, കണ്ടോ? പിന്നെയോ 30 വരും, പിന്നെ 31 വരും, 32 വരും, 33 വരും, 34 വരും, 35, 36, 37, 38, 39 കഴിഞ്ഞു. ഇനിയോ ഇനി വരുന്നത് 41 ഇല്ല, 42 ഇല്ല, 43 ഒരു 3 ഉണ്ട് അല്ലേ? അത്രയേ ഉള്ളൂ 50 വരെയുള്ളത്. 15 ഇല്ലേ നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 15 ഇല്ല ഇതിലെ. 3, 13, 30. ഇവിടെ എന്തെങ്കിലും ഞാൻ എഴുതാൻ വിട്ടിട്ടുണ്ടോ? 39 കഴിഞ്ഞാൽ 40, 41, 42, 43. ഓക്കെ, എല്ലാം എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സെയിം തന്നെയാണ് വരിക കേട്ടോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. 13 നമ്പേഴ്സേ ആയുള്ളൂ അല്ലേ? അതായത് ഇതിൽ 30 മുതൽ 39 വരെയുള്ള നമ്പേഴ്സ് 10 എണ്ണം വരുന്നുണ്ട്. പിന്നെ 11, 12, 12. അപ്പോൾ ഇതാണ് ആ നമ്പേഴ്സ് വരിക. സെയിം തന്നെയാണ് വരിക. 43 കഴിഞ്ഞാൽ പിന്നെ 53, പിന്നെ നമ്മൾ 100 വരെ നമുക്ക് നോക്കണ്ടേ? 100 വരെ നോക്കണം. അപ്പോൾ 53 വരും, 43, 53, 63, 73. അങ്ങനെ നിങ്ങൾ എഴുതി നോക്കണം. നമുക്ക് സെയിം നമ്പർ തന്നെയാണ് വരിക കേട്ടോ. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് നിങ്ങൾ ഇതും കൗണ്ട് ചെയ്ത് നോക്കുക. 2ൻ്റെ കേസും 3യുടെ കേസും ടോട്ടൽ നമ്പർ വരുന്നത് 20 തന്നെ ആയിരിക്കും. അപ്പോൾ എസ് തന്നെയാണ് നമ്മുടെ ആൻസർ വരിക. 33-ൽ 2 3 വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 15 നമ്പേഴ്സ് ഇവിടെ കിട്ടും. ഞാൻ അതായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. 33-ൽ നമുക്ക് 2 3 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ 15 കൗണ്ട് കറക്റ്റ് ആവും. 1 മുതൽ 50 വരെ 15 കിട്ടും, 100 വരെയൊക്കെ എഴുതുന്ന സമയത്ത് 20 കിട്ടും കേട്ടോ. ശരി, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ആൻസർ വരിക. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കമൻറ്റിലൂടെ. ചിലപ്പോൾ ഈ എഴുതിയ നോട്ട്സിൻ്റെ ഇതിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും. നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചെയ്തതാണിത്. ഏതെങ്കിലും ക്ലാസ്സുകളെ കുറിച്ച് എന്തെങ്കിലും ക്ലാസ്സുകൾ പുതിയത് വേണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിലോ നിങ്ങൾ നമ്മുടെ വീഡിയോസിൽ കമൻറ്റ്സിലൂടെ അറിയിക്കുക. ഇല്ലെങ്കിൽ പോസ്റ്റിന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.